കഴിഞ്ഞ ആഴ്ച നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയൊരു ഹിന്ദി സീരീസാണ് ദ ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. ദ BA3 സ്റ്റാർ DS എന്നാണ്. അവിടെ എന്ത് വേണേലും പൂരിപ്പിക്കാം. അവർ തന്നെ പൂരിപ്പിച്ച് ലാസ്റ്റ് ഒരു 7 എപ്പിസോഡാണ് ഇതിലുള്ളത്. 7ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊരു 7 എപ്പിസോഡുള്ള ഒരു മിനി സീരീസ് എന്ന് വേണം പറയാം. ഇതിൻ്റെ സീസൺ 2 ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നാൽ അടിപൊളിയായിരിക്കും, വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 7 എപ്പിസോഡാണ് ഉള്ളത്. ഓരോ എപ്പിസോഡ് 40 മിനിറ്റിനടുത്ത് ആണ് ഡ്യൂറേഷൻ. മൊത്തം ഒരു 5 മണിക്കൂർ ആ ഒരു ഏരിയയിലാണ് ഉള്ളത്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്ന അങ്ങനെയൊന്നും പറയുന്നില്ല. കിഡിലൻ സീരീസ്, ഒരു രക്ഷയില്ലാത്ത കിഡിലൻ സീരീസാണിത്. ഹെവി എൻ്റർടൈനിങ്, ഭയങ്കര അടിപൊളിയാണ്. ഷാറൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാനാണ് ഇതിൻ്റെ റൈറ്റർ പ്ലസ് ഡയറക്ടർ. അവരുടെ ഒരു ടീം തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗൗരി ഖാനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആര്യൻ ഖാൻ പക്ക മേക്കിങ്, കിഡിലൻ ഡയറക്ഷൻ, ഒന്നും പറയാൻ. ഇത് ഡയറക്ഷന് നിൽക്കുന്ന പരിപാടിയാണ്. റൈറ്റിംഗ് ഒക്കെ തീർത്തും ഒരു റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ലൈൻ, ഒരു ബേസ് ക്രക്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ്. സ്ഥിരം യൂഷ്വൽ നായികൻ റോം കോം പരിപാടിയാണ്. അതിലോട്ട് ഇവരൊരു ഐറ്റം ഇട്ടിട്ടുണ്ട്. ബോളിവുഡ്, അതായത് ഹിന്ദി സിനിമ ഇൻഡസ്ട്രി സ്പൂഫ് എന്നൊക്കെ വെച്ചാൽ ഇജാതി സ്പൂഫ്. ഒരു രക്ഷയില്ല, ഭയങ്കര എൻ്റർടൈനിങ്. 7 എപ്പിസോഡ് കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ തീരും. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം പോലും നമുക്ക് ബോറടിയോ ഒന്നുമില്ല. അത്ര എൻ്റർടൈനിങ്. ആര്യൻ ഖാൻ ഒരിക്കലും ഒരു നെപ്പോ കിഡ് അല്ല. അതായത് നെപ്പോ കിഡാണ് ടെക്നിക്കലി സ്പീക്കിംഗ്, പക്ഷേ അതിൻ്റെ ഒരു ഇതും അല്ല. പുള്ളിയുടെ കഴിവ് നമുക്കിതിൽ വിസിബിളാണ്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ, ഇത് വേറെ ആരും പുള്ളിയെ ഹെൽപ്പ് ചെയ്തൊന്നുമല്ല. ഇതൊരു പുതിയ മേക്കിംഗ് രീതിയാണ്. പക്ക ഡയറക്ഷൻ. പിന്നെ കില്ലിലെ നായകനാണ് ഇതിലെ ഹീറോ, പുതിയ നായികയാണ്. അതുപോലെ തന്നെ കില്ലിലെ വില്ലൻ രാഘവ് ഇതിലൊരു മെയിൻ റോൾ, നായകൻ്റെ ഫ്രണ്ടിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എവിടെയൊക്കെ കണ്ടിട്ടുള്ളവരാണ്, പക്ഷേ നമുക്കങ്ങനെ പേര് രജിസ്റ്റർ അല്ലാത്ത കുറേ പേരാണ് ഇതിൽ മെയിൻ റോൾസിൽ വരുന്നത്. എക്സെപ്റ്റ് ബോബി ഡിയോൾ ഇതിലൊരു കിഡിലൻ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഒരു നെഗറ്റീവ് പരിപാടി, പൂർണ്ണമായിട്ട് വില്ലനല്ല, വേറൊരു സെറ്റപ്പാണ്. പിന്നെ ഇഷ്ടം പോലെ ബോളിവുഡിലെ എല്ലാവരും, ഹൃത്തിക് റോഷൻ ഒഴിച്ച് ബാക്കി എല്ലാ മെയിൻ നടന്മാരും ഇതിൽ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ക്യാമിയോകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. ഞാൻ കൂടുതൽ ഇൻഡെപ്തായിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ പരിപാടിയല്ല. ഇതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് നമ്മൾ കുറച്ച് മലയാളം പടത്തിലൊക്കെ ഇത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അയ്യോ ഇതാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂവിയിട്ടുള്ള സിനിമകൾ, നമ്മുടെ ഇവിടുത്തെ മെയിൻ നടന്മാരുടെ സിനിമകൾ നമ്മൾ കൂവിയിട്ടുള്ള 1-2 പടത്തിലെ ക്ലൈമാക്സ് ട്വിസ്റ്റാണ് ഇതിൽ. പക്ഷേ ഈ സിനിമ നമ്മൾ കൂവത്തില്ല. കാരണം ഇതിൻ്റെ അതുവരെയുള്ള ഒരു മൂഡ് അതാണ്. മറ്റേ പടങ്ങളിലൊക്കെ സീരിയസ് ആയിട്ട് വന്നിട്ട് ഈ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇതിൽ മൊത്തത്തിൽ ചിരിപ്പിച്ച് വന്നിട്ടാണ് ഈ ഒരു സാധനം കൂടി ഇടുന്നത്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ക്ലൈമാക്സ് ഡിസർവ് ചെയ്തു, അത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഒരു നെഗറ്റീവും ഇല്ല. നമ്മൾ ഭയങ്കര റീച്ചാണ്. 14 രാജ്യങ്ങളിൽ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴാണ് ടോപ്പ് 10ൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വന്നു. പക്ഷേ മലയാളികളുടെ ഇടയിൽ ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ അത് കണ്ടിട്ട് 3-4 ദിവസമായി, പക്ഷേ ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അത് ഒരു ഒന്നൊന്നര ഐറ്റമാണിത്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ. കിഡിലൻ സീരീസ് എന്ന് വെച്ചാൽ കിഡിലൻ സീരീസ് ആയതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതൊരു ലിമിറ്റഡ് സീരീസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, 7 എപ്പിസോഡിലുള്ളത്. പക്ഷേ സീസൺ 2 വേണ്ടി മാരക വെയിറ്റിംഗ് ആണ്. വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അടിപൊളി മൊത്തത്തിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ, ചിരിച്ച് മറിഞ്ഞ് നമുക്ക് പക്ക ഒരു ഗൂസ് ബംസും എല്ലാം കിട്ടും. മ്യൂസിക്കിലും വിഷ്വൽസിലും VFXിലും ഡയറക്ഷനിലും ഒക്കെ അമ്മാതിരി പണിയെടുത്തിട്ടുള്ളൊരു വർക്കാണിത്. ദ ബാറ്റ്സ് ഓഫ് ബോളിവുഡ്.